ഇന്ത്യൻ മണിയുടെ മോഹനേട്ടൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. എക്സാക്ട്ലി വളരെ സങ്കടമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. UDF അനുകൂലമായ ഒരു വലിയ തരംഗത്തിൻ്റെ സൂചനകളൊക്കെ ആദ്യഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്നത്തെ ദിവസം സ്റ്റാർ ആകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പാലക്കാട്ടെ ജനവിധി അനുസരിച്ച് വിജയിച്ച് കയറേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്, അല്ലേ? നിർഭാഗ്യവശാൽ അയാൾ മത്സരരംഗത്തുണ്ടായില്ല, അയാൾ സ്ഥാനാർത്ഥിയായില്ല, അയാൾ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്, അല്ലേ? നമ്മളെല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം, അതിൻ്റെ ആദ്യ സൂചനകൾ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉച്ചയാകുമ്പോഴേക്കും അതിൻ്റെ ഒരു എക്സാക്റ്റ് ചിത്രം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാത്തത് വലിയ ഒരു ദൗർഭാഗ്യകരമായി, വലിയ ഒരു നിരാശയായി പ്രതിഫലിക്കുകയാണ് ഇപ്പോഴും, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇന്നലെ ഈ ഇസ്മായിൽ ഭവന പദ്ധതിയിൽ 5ാമത്തെ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോല് കൈമാറിയപ്പോൾ ആ നിമിഷം എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു, അല്ലേ? ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു പാലക്കാട്ട് നിന്ന് രാഹുൽ മാങ്കൂട്ടം ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അയാളുടെ മുന്നിൽ ഉണ്ടായിരുന്നത് വെറും 1.5 വർഷക്കാലം മാത്രം. ഈ 1.5 വർഷക്കാലത്തിൽ തന്നെ അയാൾക്ക് സുഗമമായിട്ട് പ്രവർത്തിക്കാൻ ലഭിച്ചത് വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രം. അതിനിടയിലേക്ക് ആരോപണങ്ങൾ ഉണ്ടാവുന്നു, പരാതികൾ ഉണ്ടാവുന്നു, വേട്ടയാടൽ നടക്കുന്നു, ക്രൂരമായി വേട്ടയാടപ്പെടുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടും അയാൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളൊന്നും പാതി വഴിയിൽ ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, അതൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് പൂർത്തീകരിക്കാൻ അയാൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യനാണ് പാലക്കാട് മത്സരിച്ചിരുന്നതെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്. സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തനമാണ്, ആരോപണങ്ങൾ പരാതികളൊക്കെ ഉണ്ടാകുമ്പോൾ മാറി നിൽക്കേണ്ടി വരും. ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ രാഹുലിന് നഷ്ടമാകുന്നത് അയാളുടെ പീക്ക് ടൈമിലുള്ള ഒരു 5 വർഷമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പീക്ക് ടൈം, പ്രൈം ടൈം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഏറ്റവും സുപ്രധാനമായ 5 വർഷമാണ് അയാൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ ഉണ്ടാകും. പക്ഷേ ആ 5 വർഷത്തെ ഒരു ഇടവേള, ഒരു ഗ്യാപ്പ്, അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തീരാ നഷ്ടം തന്നെയാണ്.